ഉരുൾപൊട്ടൽ അപ്പാടെ വിഴുങ്ങിയ മുണ്ടക്കൈ ഗ്രാമത്തിൽ നിന്ന് മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഷംസീർ, എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? മുണ്ടക്കൈ ടൗണിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വലിയ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ ഒരു ടൗണും ഒപ്പം തന്നെ ജനവാസ മേഖലയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ കിടങ്ങ് രൂപപ്പെട്ട കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം 150 വീടുകളോളം ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ നമ്മോട് പറയുന്നത്. ഈ മേഖലയാകെ ഒരു ടൗണും അതിന്റെ പരിസരവും ആകെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മറ്റൊരു ഭൂപ്രദേശമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മേഖല അതൊക്കെ ജനവാസ മേഖലയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുകയാണ്. ഇവിടെയെല്ലാം വലിയ തോതിൽ കിടങ്ങുകൾ രൂപപ്പെട്ട നിലയാണ് കാണുന്നത്. ഈ അടുത്തൊരു പള്ളി ഉണ്ട്, അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാണിച്ചാൽ മനസ്സിലാകും. പള്ളിയും തകർന്ന നില കാണാം. ഒന്നാം നിലയിലേക്ക് വലിയ പാറക്കഷ്ണം വന്നിടിച്ചതിന്റെ കാഴ്ച കാണാൻ സാധിക്കും. വലിയ മരക്കഷ്ണം വന്ന് പതിച്ചതിന്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ആ തരത്തിൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇത് നോക്കുക, വലിയൊരു പാറക്കഷ്ണം വന്ന് നിൽക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് കാണാം. നമുക്ക് ഒന്ന് കാലിലേക്ക് പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. ഈ തരത്തിലാണ് നമുക്ക് നടക്കണമെങ്കിൽ പോലും ഈ തരത്തിൽ മണ്ണ് കുമിഞ്ഞു കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. എത്ര താഴ്ചയിലേക്ക് കിണറുകളോ മറ്റോ ഉണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിലയാണ്. അത്രയും സൂക്ഷിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തകരും പ്രവർത്തകരും അടക്കം ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി പറയണം. അപ്പോൾ അത്രമേൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. 150ഓളം വീടുകൾ ഒലിച്ചു പോകുമ്പോൾ നിരവധി പേരെ ഇപ്പോഴും കാണാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ പോലും അത് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ 2-3 ഭാഗങ്ങളായി മൃതദേഹങ്ങൾ കിട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. അത്രമേൽ ഭീകരമായ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മലപ്പുറം പോത്തുകൽ ഭാഗത്തു നിന്നൊക്കെയാണ് മൃതദേഹങ്ങൾ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ 25 കിലോമീറ്റർ ദൂരെ നിന്ന് ഈ ഗ്രാമത്തിലെ ആളുകളുടെ മൃതദേഹം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം, അതിന്റെ ഒരു തീവ്രത എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എസ് മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഊർജിതമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.